അപ്പൊ കല്യാണം കഴിഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു? കല്യാണം നല്ലതായിരുന്നു. ആഹാരമാണോ ടയർഡാവത്തില്ല പിന്നെ ഇന്ന് ബെഡിൽ പോയി കിടന്നാ മതി. അയ്യോ ചത്തു ബ്രോ. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നല്ലോ കല്യാണം എന്നുള്ളത് അല്ലയോ? അപ്പൊ അങ്ങനൊന്നുമില്ല, ചെറിയൊരു രീതിയിലുള്ള കല്യാണമായിരുന്നു. നമ്മളിങ്ങനെ കുട്ടി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പരിപാടിയൊന്നും അല്ല, നമ്മള് ലഘുവായിട്ടുള്ള രീതിയിൽ അങ്ങനെയാണ് ആഗ്രഹിച്ചത്. പക്ഷെ വന്നപ്പോ വലുതായി പോയി. ചെറുതായിട്ടും കൂടുതൽ ആഗ്രഹം കമന്റ്സ് ഇടുന്നവർക്കായിരുന്നു നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. അതായത് തുടക്കത്തിൽ കുറെ ടീമുകൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇവര് കല്യാണം കഴിക്കാതെ ഒരുമിച്ച് നിൽക്കുവാന്ന്, അത് പ്രശ്നമൊന്നുമില്ല, അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല. ഇവിടെ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല, ദേ ആർ ഹാപ്പി. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കൃത്യം ഞങ്ങൾ 1 വർഷം കൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ കല്യാണത്തിലേക്ക് നീങ്ങി കല്യാണം കഴിഞ്ഞത്. ഞങ്ങൾക്കില്ലാത്ത ചെറിയ ഇതാണ് നാട്ടുകാർക്ക്, അവർക്കുള്ള മറുപടിയാണ് ഗൈസ് ഞങ്ങൾ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓട്ടത്തിൽ നിന്ന് കല്യാണത്തിലേക്ക്. പ്രത്യേകിച്ച് നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയും കൂടി അത് ഉറപ്പായിട്ടും വരും. കാരണം മുസ്ലിംസിനെ വീട്ടിലൊന്നും ഒരു പ്രശ്നമില്ല. ആക്ച്വലി ഞാൻ ബേസിക്കലി ഞാൻ കൊല്ലത്തുനിന്നാണ്, അവിടെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അത്രയ്ക്ക് ഓർത്തഡോക്സ് അല്ല. എന്റെ വീട്ടില് ഈ സ്ഥലം കാണുമ്പോൾ അത്യാവശ്യം ഓർത്തഡോക്സ് ആയ പ്ലേസ്. പക്ഷെ എന്റെ ഫാമിലി ഒട്ടും വിഷയം ഉണ്ടായിരുന്നില്ല. ഇവനിപ്പം എന്റെ ഗ്രാൻഡ് പാരന്റ്സ് പോലും ഇപ്പൊ ഇവന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കും അപ്പൊ അവനില്ലെങ്കിൽ നീ തന്നെയാണോ അവിടെ. ഇത് എനിക്ക് ഞാൻ ആലോചിച്ചത് ഇത് ഇത്രയും പ്രോഗ്രസീവ് ആണ്. ബേബി ഞങ്ങള് ഒന്നിച്ച് ജീവിക്കുന്ന അറിയുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കില്ലാത്ത പ്രശ്നമായിരുന്നു കമന്റ് ഇടുന്നവർ. എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, വളരെ കുറച്ച് പേർക്ക്. അത് എല്ലാതും ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്ക് ഞങ്ങൾ ഇഷ്ടമാണ് എന്നുള്ളത്. വളരെ കുറച്ച് കമന്റ്സേ ഉള്ളൂ അങ്ങനെ വരാറില്ല, അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. നമുക്ക് കുറെ പോസിറ്റീവ് ഉണ്ടാവും, ഇതിനെ കുറച്ച് നെഗറ്റീവ് മൈൻഡ് ചെയ്യേണ്ടതായിരിക്കും. അതായത് ഒന്നുമില്ല പ്രോസി, ഞങ്ങളുടെ ഒരുപാട് പേര് ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, നിങ്ങളുടെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ലല്ലോ. അല്ല, നിങ്ങളൊരു മെയിൻലി ഞങ്ങളൊരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ലയോ? അതായത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി 1 വർഷം സമയമെടുത്ത് അതിനുശേഷമാണ് ഈ കല്യാണം എന്നുള്ള പ്രോസസ്സിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് പോലും. അപ്പം ഇവളുടെ ഫാമിലിയിലാവട്ടെ, അവളുടെ ഉമ്മാക്ക് അവരുടെ വീട്ടിൽ അവർക്കൊരു കുഴപ്പമില്ല. ഇവന്തോ ഇവർ വരുന്നത് ഒരു മലപ്പുറം പാലക്കാട് ഒരു ഓർത്തഡോക്സ് മുസ്ലിം മെന്റാലിറ്റി ഉള്ള ഏരിയ ആണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. അതുപോലെ ഞാൻ വരുന്ന കൊല്ലം ഈ ഉമ്മമാരെന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് പഴയ ചിന്താഗതിയുള്ളവരാ. ഇവന്തോ അവരും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. അവൻ തന്നെയാണ് അവളുടെ എൻ പോയിന്റ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്നുള്ളത് വന്നപ്പോൾ അവർക്കും ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്നവർക്ക് ആർക്കും കണ്ണുകടി തോന്നേണ്ട ആവശ്യമില്ല. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ് ഗൈസ്. ഈ കല്യാണം ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് എല്ലാവരും. ബ്രോ ഞാൻ ഒരു കാര്യം പറയാം, വേറെ കാര്യമുണ്ട്. അതായത് ഞങ്ങളെന്ന് പറയുമ്പം ഇവളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഒത്തുകൂട്ടുന്നത് അവൾ ഒറ്റയ്ക്കാണ്. എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെ. അപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മൾക്ക് ഒരു കാര്യം നടത്തുമ്പോൾ ലഘുവായിരിക്കും. നമുക്ക് വാരിക്കോരി തരാൻ വേണ്ടി വലിയ വലിയ കാശുകാരുടെ മക്കളെ പോലെ അല്ല അച്ഛനമ്മമാരെ പോലെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളും നമ്മൾ തന്നെയാണ്. നമ്മൾ ചെറിയ ആഹാരം ലഘുവായിട്ട് നടത്തി നമ്മളെ കൊണ്ട് സാമ്പത്തിക ഭദ്രതയിൽ എന്ത് പറ്റുന്നോ അത് ചെയ്യുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ആങ്കറാണ്, MC ആണ്. സോ ഞാൻ ഒരുപാട് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് പേഴ്സണലി കല്യാണം കഴിഞ്ഞ് ഒരു വലിയ ബേർഡൻ എടുത്ത് തല വെക്കാൻ ആഗ്രഹമില്ല. അത് ഞാൻ ചോദിക്കായിരുന്നു, കാരണം എനിക്ക് അങ്ങനെ ഒരു 1% പോലും താല്പര്യമില്ല. എന്നെ സംബന്ധിച്ച് ആക്ച്വലി ഇത്രയും പോലും ഇല്ലാണ്ട് ഇതും കൂടെ കുറയ്ക്കാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. അത് കുറച്ചുകൂടെ കുറച്ച് ഞാൻ ആക്ച്വലി ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചൊരു കല്യാണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ അതിന് എൻ്റെ പാരൻസോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ അത്ര ഓക്കെ അല്ലായിരുന്നു. പിന്നെ നമ്മളെല്ലാ കാര്യത്തിലും അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അവരുടെയും ആഗ്രഹത്തിന് നിൽക്കണമല്ലോ, അത്രേ ഉള്ളൂ. ഇതിൽ മാക്സിമം കുറയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇതിന് എനിക്ക് ഒരുപാട് കൂടുതലാണ് ഫീൽ ചെയ്തേക്കണം. എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു വലിയ ഭാര്യ തലയിൽ വെച്ച് പിന്നെ വർഷങ്ങളോളം അതിന്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കാൻ ഒരു പേഴ്സണൽ താല്പര്യമില്ല. അങ്ങനെ നമുക്ക് ആശയമുള്ള കാര്യമില്ലല്ലോ. അപ്പൊ ഇനി എന്താ ഫ്യൂച്ചർ പരിപാടി? ഹണിമൂണൊക്കെ? ഈ ഹണിമൂണോ എടാ എനിക്ക് മറ്റൊന്നും പോലെ ജോലിയുണ്ട്. അതായത് ഇന്ന് 28-ാം തീയതി കല്യാണം കഴിഞ്ഞത്. നാളെ ഞങ്ങൾ 29 വീട്ടിലോട്ട് കൊല്ലത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നു. 31-ാം തീയതി അവർക്ക് ന്യൂ ഇയറിന് വർക്കുണ്ട്, 1-ാം തീയതി വർക്കുണ്ട്, 2-ാം തീയതി വർക്കുണ്ട്, 3-ാം തീയതി എന്റെ ജിമ്മ് പുതിയത് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ കിടക്കും. റിസപ്ഷൻ 5 വർക്കുണ്ട്, 3-ാം തീയതി വരെ വർക്കുണ്ട് ഇല്ലയോ? വൈകുന്നേരം വരെ 5, 6, 7, 8, 9 ആങ്കർ ആയതുകൊണ്ട് തന്നെ MC വർക്ക്. അതല്ല ഇപ്പൊ സീസൺ അല്ലേ. എന്റെ ഈ വർക്കിന്റെ ദിവസം എന്തോരം എന്റെ കൂട്ടുകാരുടെ കുറെ പേരുടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം നല്ല സീസൺ സമയം ആകുമ്പോഴേ നമുക്ക് പൈസയുള്ളൂ, ജോലിയുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂണ് പോയിട്ടുള്ളൂ. പക്ഷേ പ്ലാൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ട്. ഇനി വർക്കൗട്ട് പ്ലാനുകളൊക്കെ എങ്ങനെ? ഇല്ല, ഒരു കാര്യമുണ്ട്. അത്യാവശ്യം ഞങ്ങൾ പഠനം കുറയ്ക്കണമെന്നൊക്കെ എപ്പോഴും പറയും ചെയ്യും. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷെ
ഈ ആഹാരം കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സും വയറും ഒന്ന് മറക്കും, നാക്കും മറക്കും, ഞങ്ങൾ കഴിക്കും. അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ട് റമി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടുക്കാച്ചി ഒരു പരിപാടി നടത്തണം. ഈയോട്ട് ഫ്ലോപ്പ് ആവില്ലേ കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ തിരിച്ചു വരും. ഞാൻ നിങ്ങളെ വീഡിയോ കണ്ട് വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഉറപ്പായിട്ടും വരും. കാരണം ഈ പരിപാടി ഞങ്ങൾ തീർന്ന കല്യാണമൊക്കെ ഒതുങ്ങി ഇച്ചിരി തിരക്കിലായിരുന്നു. ഇടയ്ക്ക് തുടങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കുന്നില്ല. കല്യാണ തിരക്കിന് പിന്നെ കാരണം എന്റെ ജിമ്മ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ അതിന്റെ ഓട്ടത്തിന്റെ പുറകെ പോകുമ്പോൾ ഇത് രണ്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇനി ഒരു കല്യാണം കഴിഞ്ഞ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ പരിപാടി റീസ്റ്റാർട്ട് ചെയ്യും. നല്ല പവറാണ് റമി, നല്ല പഴയ റമി കണക്ക് നല്ല പവറായിട്ട് വരും ഇല്ലയോ? എന്നെ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വണ്ണം ഇവിടെ കുറഞ്ഞു. കാണുന്നുണ്ട്. ഞങ്ങൾ പണി തരും എല്ലാത്തിനും. കുറയ്ക്കണം. കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താ കുറയാത്തത്. ആക്ച്വലി കുറയുന്നുണ്ട്. കുറയുമ്പോ കുറച്ച് ദിവസം കഴിയുമ്പോ കൂടും. അതാ കാരണം കുറച്ച് ദിവസം പിന്നെയും ഞങ്ങൾ മന്തി കാണും, പിന്നെയും തിന്നും. ആക്ച്വലി മന്തി ലവേഴ്സ് ആണ്. അല്ല ഞാൻ മന്തിയല്ല, എനിക്ക് നല്ല ചോറ്, ഞാൻ കൊല്ലം ആയതുകൊണ്ടായിരിക്കും, ചോറ്, മീൻകറി, നല്ല കപ്പ, ഇച്ചിരി തോരൻ, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ, ഒരു പപ്പടം, ഒരു ക്യാബേജ്, ഒരു മീൻകറി കൊണ്ട് ഇങ്ങനെ കുഴച്ച് തിന്നാൻ എനിക്കിഷ്ടം. ഇവളുടെ കൂടെ കൂടിയതിനു ശേഷമാണ് എനിക്ക് മന്തിയിലേക്ക് ഒരു പ്രാന്ത്. ഞാൻ മന്തി കഴിക്കത്തില്ലായിരുന്നു. കാരണം ഇവളെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ഇവരുടെ അനിയനൊക്കെ ഇല്ലേ മന്തിയുടെ മറ്റേ പാത്തി എടുത്ത് മറ്റേ മയണൈസിനെ ഞെക്കി മുഴുത്തി ഇങ്ങനെ കഴിക്കും. ഞാൻ കാണാൻ എങ്ങനെ ഈ പ്രാന്ത് കണക്ക് തിന്നുന്നതായിരിക്കും. കാരണം എനിക്ക് ചോറും മീൻകറിയും കപ്പയും ഇതെല്ലാം കുഴച്ച് തിന്നാൻ ഞാൻ ഞാനത് കഴിക്കും. മന്തി മതി, മന്തി മതി. അപ്പൊ അങ്ങനെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, അവസാനം മുല്ലപ്പൂമടി ഏറ്റ് കിടക്കും, കല്ലിനും ഉണ്ടാവും സൗകര്യം. ഞാൻ അവസാനം മന്തി തീറ്റ തുടങ്ങി വെച്ച് ഇപ്പം എവിടെ പോയാലും ചേട്ടാ എന്തോ എനിക്ക് മന്തി മതി കേട്ടോ, ആ അവസ്ഥയിലെത്തി. പക്ഷെ ഞാൻ മന്തി നിർത്തും. ഹെൽത്തി ഭക്ഷണമാണ്. എങ്ങനെ? ഓക്കെ ബ്രോ, ഓക്കെ ശരി, താങ്ക് യു.